കൊല്ലത്ത് കൊട്ടാരക്കരയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. കോഴിക്കോട് നെല്ലിവിള സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽകുമാർ പിടിയിൽ. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊലപാതകം? അതായത് മാധു, ഈ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൊട്ടാരക്കരയിലാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ ഒരു മനുഷ്യജീവൻ വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ മൂഴിക്കോട് നെല്ലിവിള സ്വദേശി ആദർശിന്റെ ജീവനാണ് ഈ കൊലപാതകത്തിൽ നഷ്ടമായിരിക്കുന്നത്. അയൽവാസി സുനിൽകുമാറാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സുനിൽകുമാറും ആദർശും തമ്മിൽ മദ്യപിക്കുന്നതിനിടയിൽ ചില വാക്കുതർക്കങ്ങളുണ്ടായി. ആ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സുനിൽകുമാർ വിശദമായി പോലീസ് നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിലൊക്കെ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ മദ്യത്തിന്റെ ലഹരിയൊക്കെ ഇറങ്ങി ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മദ്യപിച്ച് ഇവരും പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും പോലീസ് വിശദമായി സുനിൽകുമാറിനെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണമാണോ ഇതിലേക്ക് നയിച്ചെന്ന് സംബന്ധിച്ച് സുനിൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരിക. മാധു, ഈ ആക്രമണം ഉണ്ടായി അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയായിരുന്നോ അതോ ആശുപത്രിയിലേക്ക് എത്തിച്ചോ? മാധു, ഇരുവരും അയൽവാസികളാണ്, അടുത്തടുത്ത വീട്ടിലുള്ളവരാണ്. ആ വീട്ടിൽ വെച്ച് തന്നെ ആദർശിന്റെ വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഈ ജീവൻ നഷ്ടമായി. കാരണം അത്രമാത്രം വലിയൊരു ആഴത്തിലുള്ള ഒരു കുത്ത് ഇല്ലെങ്കിൽ ഒരു മുറിവാണ് ആദർശിന്റെ ശരീരത്തിലുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വീടിന് മുന്നിൽ തന്നെ ആദർശ് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു മുറിവാണ് ഇയാളുടെ ശരീരത്തിലുണ്ടായത്. എന്തായാലും പോലീസ് സുനിൽകുമാറിന്റെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യണം. ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പിന്നീട് പോലീസ് മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യലഹരിയിൽ ഇങ്ങോട്ടുണ്ടായ വാക്കുതർക്കം മാത്രമാണോ ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് സംബന്ധിച്ചാണ് പോലീസ് ഇപ്പോൾ എന്തായാലും വ്യക്തത ഇടാൻ ശ്രമിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. മാധു, എസ് എ വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ്, കൊട്ടാരക്കരയിലാണ് ഇങ്ങനെ ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഈ കൊലപാതകം ഉണ്ടായത്.